എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണ കമ്പനി ഉത്പാദനത്തിനായി മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയതോടെ ചർച്ചയിലേക്ക് വന്ന സ്ഥാപനമാണ് പാലക്കാട്ടെ അഹല്യ ക്യാമ്പസ്. 500 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്യാമ്പസിൽ ജലത്തിനായി മഴവെള്ള സംഭരണിയെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ടില്ലെന്നും അഹല്യ അധികൃതർ വ്യക്തമാക്കി. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഹാപ്പനിംഗ് അവേഴ്സിൽ സ്വാതി എത്തും. നമസ്കാരം. 500 ഏക്കർ വിസ്തൃതിയുണ്ട് അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന അഹല്യ ക്യാമ്പസിന് 5 ആശുപത്രികൾ, 14 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 7 ഹോസ്റ്റലുകൾ, 100-ലേറെ ക്വാർട്ടേഴ്സുകൾ, പിന്നെയുമുണ്ട് കെട്ടിടങ്ങൾ. 2000-ലേറെ ആളുകൾ ക്യാമ്പസിലുണ്ട്. പ്രതിദിനം 13 ലക്ഷം ലിറ്റർ വെള്ളം വേണം. 14 മഴവെള്ള സംഭരണികളാണ് പ്രധാന ജലസ്രോതസ്. 1.5 ഏക്കർ മുതൽ 7 ഏക്കർ വരെ വിസ്തൃതിയുള്ള മഴവെള്ള സംഭരണികളാണുള്ളത്. 7 ഏക്കർ വരുന്ന മഴവെള്ള സംഭരണിയിൽ 4 കോടി ലിറ്റർ ജലം വരെ സംഭരിക്കുന്നുണ്ട്. എല്ലാ സംഭരണികളിൽ നിന്നുമായി 32 കോടി ലിറ്റർ ജലം സംഭരിക്കുന്നു. മഴവെള്ള സംഭരണികൾക്ക് സമീപം ചെറിയ കുളങ്ങൾ നിർമ്മിച്ച് അതിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. നമുക്ക് ഇവിടുത്തെ എല്ലാ റിക്വയർമെൻറ്റും ഇതിൽ നിന്നാണ് നടക്കുന്നത്. ഇത് ഡയറക്റ്റായിട്ട് കുടിക്കാനുള്ള വെള്ളം ഡയറക്റ്റ് എടുക്കുക, നമുക്ക് ഫിൽറ്ററൊക്കെ ചെയ്തുകൊണ്ട്. പിന്നെ കൃഷിയുണ്ട്. കൃഷിയുടെ എല്ലാ ഇതിനും ഉപയോഗിക്കുന്നത്, ഹോസ്പിറ്റൽ ആവശ്യത്തിന് എല്ലാ ഇതിനും ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇനഫ് ഫോർ അസ്. പിന്നെ സിവിയർ ഡ്രോട്ട് വരുമ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10,500 കുട്ടികളുണ്ട്, 1000 കൂടുതൽ സ്റ്റാഫ് താമസമുണ്ട്, ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കുറേ കുട്ടികളുടെ ക്ലാസ്സസ് കട്ട് ചെയ്യും. അപ്പോഴത്തെ അത്ര യൂസേജ് കുറഞ്ഞ അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദിസ് ഈസ് ഇനഫ് ഫോർ അസ്. നമുക്ക് ഇഷ്ടംപോലെ സഫീഷ്യൻ്റ് ആണത്. വാട്ടർ അതോറിറ്റിയുടെ ഒരു കണക്ഷൻ പോലുമില്ലെന്ന് അഹല്യ അധികൃതർ പറയുന്നു. കുഴൽ കിണറുണ്ടെങ്കിലും അവയിൽ പലതും ഉപയോഗശൂന്യമാണെന്നും അധികൃതർ. ശാസ്ത്രീയമായ രീതിയിൽ വേണം മഴവെള്ള സംഭരണി നിർമ്മിക്കാൻ. നമ്മുടെ റിക്വയർമെൻറ്റ് ഏത് ഏരിയയിലാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും. ലേക്ക് ഉണ്ടാക്കി ലേക്കിൻ്റെ ഡെപ്ത്ത് ഭയങ്കര ഡെപ്ത്താണ്, ഡീപ്പാണ്, 20 ഫീറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത് മൊത്തം കുഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അനുസരിച്ച് ഇത് കയറുന്ന വെള്ളം താഴോട്ട് പോകാൻ സാധ്യതയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഏരിയയിലും ആണ് നമ്മൾ ഇതിൻ്റെ പോളിത്തീൻ ഇതിടുക, ലൈറ്റ് വെയിറ്റ് പോളിത്തീൻ, വെള്ളം ചോരാ, അങ്ങോട്ട് വേസ്റ്റ് പോകാതിരിക്കാൻ. ബാക്കിയൊന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ബാക്കിയുള്ളത് സീപ്പിൻ ചെയ്യും വെള്ളം. ഈ ക്യാമ്പസിൽ ഇപ്പം ഈ ഏരിയയിൽ വരുന്ന വെള്ളം മറ്റുള്ള ഇപ്പോൾ 14 വേറെ ലേക്കിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കില്ല. ഓരോ ഏരിയയിലും നമ്മൾ ചാനലൈസ് ചെയ്തിട്ടുണ്ട്. ആ ചാനലൈസ് ചെയ്തെന്ന് ഇപ്പം ഇങ്ങോട്ടുള്ളവർ അങ്ങനെ വരും. അഹല്യയിൽ 14 മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചാണ് പ്രതിദിനം 13 ലക്ഷം ലിറ്റർ വെള്ളം ഉറപ്പുവരുത്തുന്നത്. എന്നാൽ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുള്ള എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണ കമ്പനി 5 ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.